മനസ്സിലൊരു മഴവില്ലിലെ ഇന്നത്തെ അതിഥികൾ ചലച്ചിത്ര TV സീരിയൽ താരം മനു നായരും ബീന ആന്റണിയും. നമസ്കാരം ചേച്ചി. പ്രതീക്ഷിച്ചോ ഈ ഒരു വേദി? പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വിളി വരുമെന്ന് അറിയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നല്ലൊരു പരിപാടിയാണിത്. ഇതൊരു സാധാരണ ഇൻ്റർവ്യൂകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ജനസിൽപ്പെട്ട അല്ലെ പ്രണയത്തിനധിഷ്ഠിതമായിട്ട് വിവാഹം കഴിച്ചു. ഓപ്പോസിറ്റ് അഭിപ്രായമുണ്ട്. പിന്നെ മനോജ് വളരെ കുറച്ച് ആൾക്കാർ കേട്ടോ, സൊസൈറ്റിയിൽ ഇപ്പോൾ എന്തിനും ഉണ്ടാവുമല്ലോ രണ്ട് അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച്, വളരെ നല്ല പ്രോഗ്രാമാണ്, ഒരിക്കലും ഇൻ്റർവ്യൂ ആയിട്ട് തോന്നാറില്ല, ഫ്രണ്ട്ലി ടോക്കായിട്ടാണ്. അതേസമയം അതിലൊരു കണ്ടന്റ് ഉണ്ട്. ശരിക്കും ഒരു സമൂഹത്തിൽ ജാതി മതം എന്ന് പറയുന്ന ഒന്നും വേണ്ട, പക്ഷെ അതിനെ ഒന്നോ രണ്ടോ പേരൊക്കെ നെഗറ്റീവായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പ്രണയം ഇത് ജാതി മതം അങ്ങനെ ഇന്റർകാസ്റ്റ് അങ്ങനെയൊന്നുമില്ല. അവരെ സമൂഹത്തിൽ ഈ വെറും സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു പീഡനം നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്പൊ നമുക്ക് എങ്ങനെ ഒരു ടോക്കിന് ഭാഗ്യം ദൈവഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പീഡനം അനുഭവിക്കണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു നായർ ക്രിസ്ത്യൻ ഇതാണ്, ഒരിക്കലും അടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളുടെ രണ്ട് കുടുംബക്കാരും പരിപൂർണമായി ഞങ്ങളുടെ വിവാഹത്തിന് വന്നു. പക്ഷെ ഞങ്ങളുടെ ഫൈറ്റ് അങ്ങനെയായിരുന്നു, ലവ് ഫൈറ്റ് ആയിരുന്നു. മീൻസ് ഒരിക്കലും എന്റെ വീട്ടിൽ ഓൾറെഡി എന്റെ ഫാദറിന് ഭയങ്കര ഈ ഇങ്ങനെ കുറച്ച് വളരെ ബ്രോഡായിട്ടുള്ള ഒരു മനസ്സുള്ള ആളുമാണ്. എൻ്റെ ഇഷ്ടമായിരുന്നു അന്ന് പുള്ളി പറഞ്ഞത്. നീ ആരെ ഇഷ്ടം എന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, നീ പറഞ്ഞാൽ മതി. അത് കാസ്റ്റ് പുള്ളി മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ എന്നല്ല, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ ബ്രദർ വേറൊരു കാസ്റ്റ് കല്യാണം കഴിച്ചിട്ട് അവരുടെ വീട്ടിൽ കയറ്റി, എൻ്റെ അമ്മയുടെ വീട്ടിൽ കയറ്റില്ല, പക്ഷെ എൻ്റെ ഫാദർ എൻ്റെ വീട്ടിൽ കയറ്റി. അപ്പോഴൊക്കെ എനിക്കൊക്കെ നല്ല പ്രതീക്ഷയാണ്. എൻ്റെ ഏത് കാസ്റ്റ് ആണെങ്കിലും എൻ്റെ ഫാദർ നോ എന്ന് പറയില്ല. പിന്നെ ശബരിമലയിൽ എത്രയോ വർഷം പോയ ആള് വീട്ടിൽ നിന്ന് കെട്ടുനിറച്ച്, അപ്പോഴൊക്കെ പള്ളിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് 3 പെൺകുട്ടികളല്ലേ ഉള്ളത്, ഒറ്റ എണ്ണത്തിനെ പള്ളിയിൽ വെച്ച് കെട്ടിച്ചേരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട, അങ്ങനെ കെട്ടിച്ചേർന്ന ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഒരെണ്ണം, പക്ഷെ മറ്റോ 2 രൂപ അതേപോലെ സാധാരണ പോലെ കിട്ടി. പക്ഷെ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലും ഈ പറഞ്ഞൊരു ചിന്താഗതിയാണ്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ ഏത് ക്ഷേത്രം ദേവാലയം കണ്ടാലും തൊഴും, പള്ളി, മുസ്ലിം പള്ളി. അപ്പോൾ അത് ഫോളോ ചെയ്താണ് ഞാനും. അതെനിക്കറിയില്ലായിരുന്നു എന്താ സംഭവം. പിന്നെ ഡാഡിയോട് പറഞ്ഞു അവിടെയൊക്കെ ദൈവം ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം എൻ്റെ മനസ്സിൽ പിന്നീട് അങ്ങനത്തെ ഒരു മതിൽക്കെട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് വിശ്വാസമായിരുന്നു. എങ്കിലും മറ്റ് നമ്മുടെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ കുടുംബത്തിൽ, മറ്റേ ഒത്തിരി ഇതായിട്ടുള്ളവർ, അവർക്കൊക്കെ ചിലപ്പോൾ എതിർപ്പുണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. ഞങ്ങൾ തറവാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ തമ്മിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായി വീട്ടുകാർ. അത് ഞാനും രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് ഇറങ്ങിപ്പോക്കൊന്നുമില്ല, അതൊരിക്കലും ഞങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ തീരുമാനിച്ചു. എൻ്റെ ഡാഡിയോട് ഞാൻ പറയുകയും ചെയ്തു. ഫസ്റ്റ് ഡാഡിയോട് ഇപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ 100% ആണെങ്കിൽ മാത്രം, ഇനി ഇത് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യയില്ല, ഞങ്ങൾ ഒളിച്ചോടി പോവില്ല, പിന്നെ ജീവിതത്തിൽ വേറെ വിവാഹം കഴിക്കില്ല, അതും കാര്യം പറഞ്ഞു. കാരണം പിന്നെ പറ്റില്ല, അത് ഇല്ലേ, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ട് പിന്നെ നമുക്കിനി ഒരു വേറെ വിവാഹത്തെക്കുറിച്ച് ചിലപ്പോൾ പറ്റിയെന്നില്ല. ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ ഒരിക്കലും പിന്നെ എന്നെ കമ്പൽ ചെയ്യരുത്, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. ഒരു ലവ് ഫൈറ്റായിരുന്നു. പക്ഷെ അത് ഞാൻ എപ്പോഴും പറയുന്നതുണ്ട്, ഇപ്പം നമ്മൾ സ്നേഹിക്കുന്നവരാരായാലും അച്ഛനും അമ്മയും നിഷേധിച്ച്, അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന, എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല കേട്ടോ. കാരണം നമുക്കൊരു കുട്ടി ഉണ്ടായിപ്പോണ് ചേച്ചി, നമ്മളതിൻ്റെ ആ കുട്ടിയെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു, എത്രത്തോളം അതിന് സ്നേഹങ്ങൾ കൊടുത്ത് നമ്മളതിനെ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മളവനെ വളർത്തിക്കൊണ്ടുവരുന്നു, അവനായാലും അവളെയായാലും. ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഇഷ്ടമല്ല, അച്ഛനും അമ്മയും വേണ്ടാന്ന് പറഞ്ഞ മുമ്പ് എന്തോരം നമ്മളുടെ മനസ്സ് മുറിയും. 2, 3 കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ അവരൊരു അല്ലല്ല, ഈ ഒറ്റ കുട്ടികളുള്ള എനിക്കറിയാം, ഒറ്റ മോള് ഇങ്ങനെ അവരിങ്ങനെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പല പെൺകുട്ടികൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ ഒരു ദിവസം അച്ഛൻ്റെ അമ്മയുടെ ഈ എത്ര വലുതായാലും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുള്ളൂ. അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്. ഇങ്ങനെ അവരുടെ പുറകെ മോനെ കഴിക്കുന്ന പറഞ്ഞാൽ അച്ഛനപ്പുറത്ത് അമ്മയിപ്പുറത്ത് വാരിക്കൊടുക്കൽ എടുക്കൽ, അങ്ങനെയുള്ള കുട്ടികൾ ഒരു ദിവസം ഒരു ഫൈൻ ഡേ ഇങ്ങനെ പോകുന്നു എന്ന് കേൾക്കുമ്പോണ്ടല്ലോ, ഷോ എനിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല. അത് വേറെ ഒന്നുമല്ല, അങ്ങനെ ചെയ്യരുത്. ശരിക്കും അത് തെറ്റ് തന്നെയാണ്. അവർക്ക് ശരിക്കും ഇതുപോലെ ഫൈറ്റ് ചെയ്യാലോ, അവർ അച്ഛനും അമ്മയോടും പറയാം. അവരൊരു ദിവസം സമ്മതിക്കും തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞാൻ പറയുന്നത് റിയൽ ലവ് ആണെങ്കിൽ, അതൊരു ഡിവൈൻ ലവ് ആണെങ്കിൽ
ദൈവം തന്നെ അതിന് കൂട്ടു നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മനോജ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പ്രേമിക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഈ ഫോണിൽ കൂടെ ഉള്ള ആ ഒരു സംസാരങ്ങളും ആ ഒരു കെയറിങ്ങും അതൊക്കെ മാത്രമേ അറിയുള്ളൂ. ഒറിജിനൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ് ആ വ്യക്തി എന്നുള്ളത് നമ്മൾ അറിയുകയും അപ്പോഴാണ് ചിലപ്പോൾ അത് നമുക്ക് ഒരുപാട് പോരായ്മകൾ തോന്നും, എന്നെ തോന്നും, എനിക്ക് എൻ്റെ ഇതിൽ തോന്നും ഇങ്ങനെയല്ലാന്ന്. പക്ഷെ അവിടെയൊക്കെ ഉള്ള കോംപ്രമൈസാണ്. സാരൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ രാവിലെ 10 മണിക്കായിരിക്കും ഉറങ്ങി എഴുന്നേൽക്കുന്നത്. അപ്പോൾ പറയും 10 മണിക്കാണോ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 10 മണിക്കാണ് ഉറങ്ങി എണീക്കുന്നത്? വളരെ ഇത് റിയൽ ലൈഫിൽ ഈ വ്യക്തി ലൈഫിൽ വരുമ്പോഴേ ഇതൊരു വലിയ പ്രശ്നമാണ്. 10 മണി വരെ ടോണൊക്കെ മാറുമല്ലോ. ടോണൊക്കെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വാക്കുകളുടെ ഒരു സ്റ്റൈലൊക്കെ മാറുമല്ലോ. നമുക്ക് ഭാര്യയും ഭർത്താവും പരുഷമായി സംസാരിക്കുന്നത് പുരുഷന്മാരാണ് ഈ ആഫ്റ്റർ മാരേജ്. അതെന്തുകൊണ്ടാണ്? ആ പ്രണയമില്ലാതെ അല്ലെങ്കിൽ കാണിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് എപ്പോഴും പുരുഷന്മാരാണ്. അതെന്തുകൊണ്ടാണ് താല്പര്യമില്ലെന്ന് പറയുന്നത്? താല്പര്യം ഇത് വേറെ ഓപ്പോസിറ്റ് ആണ്. ഞാനാണ് പിന്നെയും എനിക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് മരിക്കുന്നവരെ പ്രണയിക്കണം ഇത് കുറച്ച് ഓവർ പ്രണയം എന്നുള്ള ആഗ്രഹക്കാരനാ ഞാനിങ്ങനെ അടുത്തൊക്കെ. റൊമാൻറ്റിക് അല്ലേ? ബീന റൊമാൻറ്റിക് ഒക്കെയാണ്, പക്ഷെ എപ്പോഴും റൊമാൻറ്റിക് ആവാൻ പറ്റില്ല. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ ബീന ഉദ്ദേശിച്ചത്? എപ്പോഴും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അതല്ല, ഈ മനുവിനെ എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്താണ് ഈ ഒരുപാട് ഇങ്ങനെ ഞങ്ങളുടെ ആക്ച്വലി രണ്ടുപേരും ഉണ്ടല്ലോ, 3 ആളാണ്. അത് പറയട്ടെ, ഇത് മകം, ഞാൻ പൂയം, ഞാൻ ചക്ക എന്ന് പറഞ്ഞ ഇവിടെ ബെസ്റ്റ്. അപ്പൊ ഇത് ഞാൻ ചക്ക എന്ന് പറഞ്ഞ ഇത് മാങ്ങ എന്ന് പറയും, ഇത് മാങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ തേങ്ങ എന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി വരെയും 1000 എന്താണ് വിഭിന്നമായ അഭിപ്രായങ്ങൾ വരും ഇടയ്ക്ക്, എപ്പോഴും വരും. ഇതിൻ്റെ ഇടയിൽ കൂടെയാണോ നമ്മൾ ഈ പ്രേമം പ്രകടിപ്പിക്കാന്ന് ആലോചിക്കണം. മനസ്സിലായില്ലേ? അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓപ്പൺ ലൈഫാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ രഹസ്യങ്ങളില്ല, എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. മീൻസ് ഇപ്പോൾ നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിനെ നമ്മളുടെ കയ്യിൽ വെച്ച് സൂക്ഷിക്കുന്നവരായിരിക്കും ലൈഫിൻ്റെ സുഖമിരിക്കുന്നതും സന്തോഷമിരിക്കുന്നതും. ലൈഫിൽ ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലേ? അതില്ലാത്തൊരു മനുഷ്യനില്ല. ഒരു അസുഖങ്ങളുണ്ടാവാം, ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ദൈവത്തെ, ഞാനൊരു അടിയുറച്ച ദൈവവിശ്വാസിയാണ്. നമ്മൾ ഒരാളെ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ദൈവം ഒരിക്കലും നമുക്ക് തിരിച്ച് അവനെ തരില്ല എന്ന് വിശ്വസിക്കുന്നവന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആത്യന്തികമായിട്ട് വിശ്വാസമുണ്ട്. ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ ആത്യന്തികമായിട്ട് എൻ്റെ ലൈഫിൽ ദൈവം ഒന്നും വരുത്തില്ല, ദുരന്തങ്ങൾ വരുത്തില്ല എന്ന് ഞാൻ അതിയായിട്ട് ദൈവത്തെ വിശ്വസിച്ച് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇപ്പോൾ ടെൻഷൻ വന്നു, ഒരു പ്രോബ്ലം വന്നു, നമുക്കൊരു വർക്ക്, ചിലപ്പോൾ നമുക്കൊരു വർക്ക് ഇപ്പോൾ കഴിഞ്ഞു, അടുത്ത വർക്ക് ആയിട്ടില്ല, ടെൻഷനാണത്. പക്ഷെ ആ ടെൻഷനെ ഞാൻ ഒരിക്കലും മനസ്സിൽ വെച്ച് പിന്നെ തലോടില്ല. കാരണം അങ്ങനെ തലോടി എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മൾ ഡൗൺ ആവും. മെൻ്റലി ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി കൊണ്ടാണ് നമുക്ക് ഫിസിക്കലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൗവനം പോലും നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത്. യൗവനം പോലും നമുക്ക് ഇല്ലെങ്കിൽ ചിലവർ കണ്ടില്ല അകാല വാർദ്ധക്യം പിടിപെടും. കേവലം 28 വയസ്സൊക്കെ വരുമ്പോഴേക്കും ചിലവർ വൃദ്ധനായി പോകണ്ടില്ലേ, പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളൊക്കെ പേറി വൃദ്ധനായി ആൾ. നമ്മളിതൊന്നും ഇല്ലാതെ മനസ്സൊന്ന് പ്ലസൻ്റാക്കി വെക്കുക. ഇപ്പോൾ ലാലേട്ടൻ്റെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ലാലേട്ടൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ അങ്ങനെ കേൾക്കാം. ലാലേട്ടൻ ഇപ്പോൾ ഈ ലോകം ഇടിഞ്ഞു വീണാലും ലാലേട്ടൻ്റെ ഫേസിൽ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ലെന്ന് പറയണേ, അല്ലേ? കൂളായിട്ട് അങ്ങനെ നടക്കുള്ളൂ എന്ന് പറയണേ. ഞാനിപ്പോൾ ഏതോ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഓരോരുത്തരൊക്കെ പറയണേ. പ്രത്യേകിച്ച് കലാകാരന്മാർ അങ്ങനെ ഡൗൺ ആവരുത്. അതെ, അപ്പോൾ അത് ഓപ്പോസിറ്റ്. അപ്പം ഞാൻ പറഞ്ഞ എന്തെങ്കിലും സംഭവം വന്നാൽ നമ്മളൊന്നുമില്ല, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ഏത് ദൈവം നമുക്കൊരു മുട്ടൊന്നും വരുത്തില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. അതെനിക്ക് വളരെ മനു പറയണ എങ്ങനെ അറിയോ, ഒന്നിനും ടെൻഷൻ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അത് കൊള്ളില്ലാന്ന് ഞാൻ പറയും. ഞാനത് എപ്പോഴും ഞങ്ങളതിൽ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, ഒന്നിലും ടെൻഷൻ അടിക്കില്ല. ഇവർക്ക് എന്താ പ്രശ്നം? ഇവരുടെ ഫാമിലിയിൽ തന്നെ അല്ല, ഇവരുടെ ഫാമിലി തന്നെ മൊത്തം ടെൻഷൻ ഫാമിലിയാണ്. ഇവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ടെൻഷൻ കണ്ടുപിടിച്ചത് ഇവളുടെ അമ്മയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാളെ ഞങ്ങളൊന്ന് നാളെ ഒരു 10 മണിക്ക് നമുക്കൊന്ന് ഇന്നവരുടെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിലോ റിലേറ്റീവിൻ്റെ വീട്ടിലോ പോകാമെന്ന് വെറുതെ രാത്രി പറഞ്ഞു എന്ന് വെച്ചോ. തലേ ദിവസം നമ്മൾ 9 മണിയായിട്ട് എഴുന്നേറ്റിട്ടില്ല. ഇവളുടെ അമ്മ താഴെ ഇരുന്ന് ടെൻഷൻ അടിച്ചു കൊടുക്കും, ക്ലോക്കിൽ നോക്കും, മുകളിൽ കയറി ഒന്ന് കുട്ടാനില്ല, കാലൊന്നും പാടില്ലാത്തതുകൊണ്ട് പുള്ളിക്കാർ താഴെ നിന്ന് ഫോണൊക്കെ ചെയ്യും. ഇവൾക്ക് നിങ്ങൾ 10 മണിക്ക് എങ്ങാണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്ത് കാര്യം കിടക്കണം അത് 10 മണിക്ക്? അപ്പോൾ അതല്ല ആവശ്യമില്ലാത്ത ടെൻഷൻ അല്ല ചേച്ചി. ഞാൻ പറഞ്ഞ വെച്ചാൽ ആ അമ്മയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ ടെൻഷനാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബോഡി മൊത്തം വീക്കാണ്, അസുഖങ്ങളാണ്. അതെന്താ കാരണം എന്നറിയോ? അതൊരു ഫിസിക്കലി ഇപ്പോൾ നമ്മൾ അറിവുള്ള ഡോക്ടറോട് വെച്ചാൽ അറിയാം. നമ്മൾ മെൻ്റലി ഇപ്പോൾ ഒരു പനി ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മൂടിപ്പതിച്ച് കിടന്നു നോക്കിയാൽ ആ പനി നമ്മളെ വിട്ടു പോകില്ല.
പനിയുണ്ട്, നമുക്കിപ്പോൾ വർക്കിന് പോകണം, ഞാൻ പോവും, ഞാൻ ഈ വർക്ക് ചെയ്യും. അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷേ ചെറിയൊരു കാര്യം, ഇപ്പം നമുക്ക് അടുത്ത മാസം നമുക്കൊരു ലോൺ അടയ്ക്കാനുണ്ട്. ഈ മാസം നമ്മളെ സംബന്ധിച്ച് അടുത്ത മാസത്തേക്കുള്ള വർക്കൊന്നും വന്നിട്ടില്ല. ഈ മാസം നമ്മൾ അതിനെപ്പറ്റി പ്രിപ്പയർഡ് ആവണ്ടേ? നമ്മൾ പ്രിപ്പയർഡ് ആവണം. എങ്ങനെയാവണം? അപ്പൊ നമ്മള് എങ്ങനെയാവണം? നമ്മൾ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കണം. ദൈവത്തിന്റെ തലയിൽ കൊണ്ടിടരുത്. അങ്ങനെയല്ല പറഞ്ഞത്, ദൈവം അടുത്ത മാസത്തെ ലോൺ അടയ്ക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി ചേച്ചിക്ക്. നമുക്കിപ്പോൾ വർക്കില്ല, അടുത്ത മാസം അടയ്ക്കാൻ വേണം കാശ്. നമ്മൾ ഉടനെ തന്നെ തൂമ്പെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഒരു ആർട്ടിസ്റ്റിന്? പറ്റുമോ? ഇല്ല. വേറെ വഴി എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ അടുക്കപ്പെട്ടവരോട് വിളിച്ച് ചോദിക്കണം. ഒരു മാസത്തേക്ക് 2 മാസത്തേക്ക് ഒന്ന് റോൾ ചെയ്യാൻ കുറച്ച് പൈസ കിട്ടും ഇല്ലേ? റിലേറ്റീവ്സിനോട് ആരോടെങ്കിലും ചോദിക്കണം. ഒരു രക്ഷയില്ലെങ്കിൽ കയ്യിലിരിക്കണം ഗോൾഡ് എടുത്ത്. ഇതാണല്ലോ നാച്ചുറലി ആളുകൾ ചെയ്യുന്നത്. ഈ ഒരു സൊല്യൂഷൻ അല്ലാതെ നമ്മൾ രാവും പകലും ഇരുന്ന് തല പുണ്ണാക്കി ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഈ ലോൺ ചിലപ്പോൾ അടയും. പക്ഷെ പിന്നെ അടുത്ത മാസം ചിലപ്പോൾ നമുക്ക് ഇല്ലാത്ത വ്യാധികളും ആദികളും വരും. പിന്നെ അതിൻ്റെ കാശ് വേറെ ഉണ്ടാക്കാൻ നടക്കണം, ആശുപത്രി പോകാൻ. ഞാൻ പറഞ്ഞത് ആ ലെവലിൽ. കാരണം ഞാൻ പറഞ്ഞത് അടുത്ത മാസം ലോൺ അടയ്ക്കാനുണ്ട്, നമുക്ക് ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാം, ലോൺ ആരെങ്കിലും കൊണ്ട് അടച്ചോളൂ എന്ന് പറഞ്ഞിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാം. നമുക്കിപ്പോൾ എന്നാരോട് ചോദിക്കാം ഇല്ലേ? എക്സിനോട് ചോദിക്കാം, വൈനോട് ചോദിക്കാം, കിട്ടിയില്ലേ? നമ്മുടെ കയ്യിലിപ്പോൾ ഒരു 2 വളയിരിക്കും, അതെടുത്ത് വയ്ക്കാം, പ്രശ്നം കഴിഞ്ഞു ഇല്ലേ? ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ചിന്തിക്കാനില്ല. ഇനി ആർട്ടിസ്റ്റുകളുടെ എല്ലാം ലൈഫ് അത് തന്നെയാണ് അല്ലേ? ആർട്ടിസ്റ്റുകളുടെ ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ വർക്കില്ലെങ്കിൽ ചേച്ചി എന്താ ചെയ്യണേ? നമ്മൾ സ്വരൂപിച്ച് വെച്ച കാശ് തന്നെ എടുത്ത് നമ്മൾ ചിലവഴിക്കേണ്ടി വരും. പിന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്നൊരു വർക്കില്ലെങ്കിൽ അടുത്ത മാസം വർക്ക് കിട്ടും ഇല്ലേ? ആ ഒരു പ്രതീക്ഷയിലാണല്ലോ ഏത് കലാകാരനും കലാകാരിയൊക്കെ മുന്നോട്ട് പോകുന്നത്.